കഴിഞ്ഞു പോയതിനേക്കാൾ കൂടുതൽ മഹത്വവും കൂടുതൽ പരിശുദ്ധിയും പ്രതിഫലാർഹവുമായ ദിനരാത്രങ്ങളാണ് നമ്മിലേക്ക് കടന്നു വരുന്നത് എന്ന സ്വത്വബോധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, فإن ضعف أحدكم أو عجز فلا يغلبن البواقي. നിങ്ങളിൽ ഒരാൾ പരിശുദ്ധമായ റമദാനിന്റെ ആദ്യത്തെ ദിനരാത്രങ്ങളിലേക്ക് നിങ്ങൾക്ക് അതിനെ കാര്യമായി സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ فإن ضعف أحدكم أو عجز فلا يغلبن البواقي. എന്നാൽ ഈ ബാക്കിയുള്ള ദിവസങ്ങളെ നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സാഹചര്യമാണ്. പലപ്പോഴും ഒരു മുസ്ലിം നമ്മുടെ പ്രവണത എന്ന് പറയുന്നത് തന്നെ ആദ്യത്തെ 10 പള്ളി നിറഞ്ഞു ഇഅ്തികാഫും തറാവീഹിലും പള്ളികൾ നിറഞ്ഞൊഴുകുകയും, എന്നാൽ അത് മധ്യത്തോടെ റമദാനിന്റെ രണ്ടാമത്തെ 10 അതിന്റെ മധ്യമാകുമ്പോഴേക്കും അല്ലെങ്കിൽ അവസാനത്തെ 10 ആകുമ്പോഴേക്കും പള്ളികൾ സാധാരണ പോലെ നിശബ്ദമാകുന്ന ഒരു സാഹചര്യം കാണാറുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന്റെ പവിത്രത നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. എന്തിനേറെ നിങ്ങൾ ഇനി നമുക്ക് വരാനിരിക്കുന്നത് പരിശുദ്ധമായ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കാവുന്ന രാവുകളാണ്. ഈ ഉമ്മത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒരു അനുഗ്രഹമാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്നത്. അത് ഖൈറും മിൻ അൽഫി ശഹർ. 1000 മാസം നമ്മൾ ഇബാദത്ത് ചെയ്യുന്നതിനേക്കാൾ ആ ഒരൊറ്റ രാവിലെ പ്രതിഫലം ലഭിക്കുമെന്നാണ് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് കൂടിയ സ്വഹാബാ കിറാമിങ്ങൾക്ക് മുന്നിൽ ഒരു സമൂഹത്തിന്റെ കഥ പറഞ്ഞു കൊടുക്കുകയാണ്. ഒരു സമൂഹം അവർ അല്ലാഹുവിന് വേണ്ടി 80 വർഷം ഇബാദത്തിനായി ജീവിച്ചവരാണ്. എങ്ങനെ ജീവിച്ചു? ഒരു ദോഷം പോലും ചെയ്യാതെ അവർ 80 വർഷത്തോളം അല്ലാഹുവിന് വേണ്ടി ഇബാദത്തിൽ മുഴുകിയപ്പോൾ ആ സമയത്ത് തന്റെ മുന്നിൽ ഉണ്ടായിരുന്ന സ്വഹാബാ കിറാമികൾ വളരെ ആശ്ചര്യപൂർവ്വം അത്ഭുതത്തോടെ മുഖത്തോട് മുഖം നോക്കിയപ്പോ ആ സമയത്താണ് മഹാനായ മലക്ക് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്ന് പറഞ്ഞത്, ഇന്നല്ലാഹ വഹബലി ഉമ്മത്തി ലൈലത്തുൽ ഖദ്ർ. നിങ്ങളുടെ ഉമ്മത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്ന പരിശുദ്ധമായ രാവിനെ സമ്മാനമായി നൽകാൻ പോവുകയാണ്. എന്താണ് ലൈലത്തുൽ ഖദ്റിന്റെ പ്രത്യേകത? ലം യുതിഹാ മൻ കാന ഖബ്ലഹു. നിങ്ങളുടെ മുൻകഴിഞ്ഞു പോയ ഒരു സമൂഹത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ലൈലത്തുൽ ഖദ്ർ പോലെയുള്ള ആ മഹത്തരമായ രാവിന്റെ പ്രതിഫലത്തോട് കിടപിടിക്കുന്ന ഒരു രാവിനെ അല്ലാഹു സമ്മാനിച്ചിട്ടില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, എന്നിട്ടാണ് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ എന്ന് പറയുന്ന ഖുർആനിന്റെ സൂറത്തുൽ ഖദ്ർ എന്ന് പറയുന്ന സൂറത്തിനെ അവിടെ അവതീർണമാകുന്നത് അത് നമുക്ക് വല്ലാത്ത സൗഭാഗ്യമാണ്. പക്ഷേ അതിനെ നമ്മൾ നേടിയെടുക്കാനുള്ള തീവ്രമായ പരിശ്രമമാണ് നമ്മൾ ഇന്ന് വേണ്ടത്. ഞാൻ പറഞ്ഞു വന്നത് അതാണ്. റമദാനിന്റെ അവസാനത്തെ രാവുകളിലാണ് ആ പരിശുദ്ധമായ ലൈലത്തുൽ ഖദ്ർ എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. മഹാനായ ശാഫിഈ ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി അത് റമദാനിന്റെ അവസാനത്തെ 10 ഒറ്റയിട്ട രാവുകളിൽ ആകാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനു വേണ്ടിയുള്ള തീവ്ര പരിശ്രമമാണ് നമ്മൾ ഇന്ന് വേണ്ടത്. അവസാനത്തെ 10 ഇനിയുള്ള ദിവസങ്ങൾ വളരെ മഹത്വമാണ്. 7 ദിവസങ്ങളാണ് ഇനി നമുക്ക് പരിശുദ്ധമായ റമദാനിൽ നേടിയെടുക്കാനുള്ളത്. ആ 7-8 ദിവസം അല്ലാഹുവിന്റെ ആ പരിശുദ്ധമായ രാവ്
അത് ഏത് ദിവസമാണെന്ന് അള്ളാഹു ഇവിടെ നിശ്ചയിച്ചിട്ടില്ല. അതിൽ പല ഹിക്മത്തുകളും മഹാന്മാർ പറയുന്നുണ്ട്. എന്നിരുന്നാലും എന്റെ പ്രിയപ്പെട്ടവരെ, ആ ഒരു രാവിനെ മാത്രം ജനങ്ങൾ ഫോക്കസ് ചെയ്ത് അതിനോട് മാത്രം ഇബാദത്തിൽ മുഴുകുമോ എന്ന് അതായിരിക്കാമെന്ന് പണ്ഡിതന്മാർ നിർവചനം കൊടുക്കുന്നുണ്ട്. എന്തായാലും ഫഖദ് അൻസലല്ലാഹു ഖൈറൻ മിൻ ദാലിക സുമ്മ ഖറഅ അലൈഹി ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവതീർണമാക്കി കൊടുത്തിട്ട് പറഞ്ഞു, നബിയെ, ഇനി നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങൾ നിങ്ങളുടെ സ്വഹാബാക്കളോട് പറഞ്ഞു കൊടുത്ത ആ 80 വർഷം ഒരു ഇബാദത്തിൽ മുഴുകിയ ആ സമൂഹമില്ലേ, എന്നാൽ അവരെക്കാൾ ഇബാദത്ത് ചെയ്ത പ്രതിഫലം ലഭിക്കുന്ന ഒരു രാവാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അഥവാ 83 വർഷത്തോളം ഇബാദത്ത് ചെയ്ത പ്രതിഫലമാണ് ഒരൊറ്റ രാവിലെ പ്രതിഫലം നമ്മൾ ആ രാവിനെ സജീവമാക്കിയാൽ നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പലപ്പോഴും ഈ അവസാനത്തെ രാവുകളാകുമ്പോൾ നമ്മൾ അങ്ങാടികളിലും അതുപോലെ തെരുവുകളിലുമൊക്കെ സംസാരത്തിന്റെ വിഷയങ്ങളിലാണെങ്കിലും അതുപോലെ എന്ത് വിഷയങ്ങളുടെ പേരിലാണെങ്കിലും നമ്മുടെ സമയത്തെ നമ്മൾ അധാർമികമായി ചൂഷണം ചെയ്യുകയാണ്. അത് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കണം. നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ മക്കളെ തറാവീഹ് കഴിഞ്ഞ് ഇന്ന് സജീവമാകുന്ന ഓരോ സോണലുകളുടെ ക്യാമ്പുകൾ സംഘടിപ്പിച്ചുകൊണ്ട് തെരുവുകളിൽ സമയത്തിന്റെ പോക്കായി നമ്മൾ അതിനെ കണക്കാക്കരുത്. ആ രാവിലെ തറാവീഹിന്റെ സമയത്തൊക്കെ നമ്മൾ അതിന്റെ മഹത്തായ പ്രതിഫലത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ നാളെ അല്ലാഹുവിന്റെ മുന്നിൽ അതിനൊക്കെ നല്ല മറുപടി പറയേണ്ടി വരും. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ് പറഞ്ഞത്, ആർക്കെങ്കിലും റമദാൻ നല്ലതുപോലെ അവന്റെ അടുക്കലേക്ക് വന്നിട്ട് പരിശുദ്ധമായ റമദാനിനെ നല്ലതുപോലെ സ്വീകരിക്കാതെ അതിനോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു പ്രവണത നിങ്ങളിലേക്ക് വന്നാൽ എന്നാണ് പറഞ്ഞത്, അവന്റെ മുഖം കുത്തി വീഴട്ടെ, അവൻ നശിച്ചു പോകട്ടെ എന്ന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്യുകയുണ്ടായി. എന്നിട്ടോ അതിന് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആമീൻ പറയുകയുണ്ടായി. അതുകൊണ്ട് റമദാൻ എന്ന് പറയുമ്പോൾ കേവലം നമ്മൾ അതിനെ നിസ്സാരമായി കാണരുത്. അതൊരു ചിരിയോടെ തള്ളാനുള്ളതല്ല. ആ പരിശുദ്ധമായ റമദാൻ ഇതിന്റെ ഒക്കെ ഒരു അവസാനം വരാനുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അന്ന് നമ്മൾ കേൾക്കുന്ന ഒരവസ്ഥയുണ്ടാവും. മരിക്കുന്ന സന്ദർഭത്തിൽ ഓരോ മനുഷ്യനോട് അസ്റായീലിനോട് പറയുമത്രേ, എന്റെ സമയം ഒരു സെക്കൻഡെങ്കിലും ബന്ധിപ്പിച്ചു തരുമോ? എന്തിനാണ് ബന്ധിപ്പിച്ചു തരുന്നത്? ഞാൻ തിരിച്ചു വന്ന ഒരു അമൽ ചെയ്ത് ഞാൻ നന്നാകാമെന്ന് പറയുമ്പോ അങ്ങനെ ഒരു സമയം വന്നാൽ അള്ളാഹു ഒരാൾക്കും ബന്ധിപ്പിച്ചു കൊടുക്കൂല എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ട് നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബങ്ങളെ ഒക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ്. നമ്മൾ നിസ്സാരമായി കാണരുത്. ഇതൊന്നും ഇത് പരിശുദ്ധ മാസത്തിന്റെ ബർക്കത്തിനെ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് മഹാന്മാർ പറയുന്നുണ്ട്, എന്താണ് ലൈലത്തുൽ ഖദറായാൽ ചെയ്യേണ്ടത്? ലൈലത്തുൽ ഖദർ അതിന്റെ രാവിലെ എന്താണ് ചെയ്യേണ്ടതെന്ന് മഹാന്മാർ പറയുന്നുണ്ട്. അത് തഹ്ലീലുകളും ഇസ്തിഗ്ഫാറുകളും സുന്നത്ത് നമസ്കാരങ്ങൾ കൊണ്ട് സജീവമാക്കണമെന്നാണ് പറയുന്നത്. അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുന്നുണ്ട്, അർബഅത്തുൻ ലാ യുഗ്ഫറു ലഹും ഫീ ലൈലത്തുൽ ഖദർ. 4 വിഭാഗം ആളുകൾക്ക് അല്ലാഹുവിന്റെ ലൈലത്തുൽ ഖദർ ലഭിക്കുകയില്ല. 4 വിഭാഗം ആളുകൾ അവർ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കേണ്ടതില്ല. എന്നിട്ട് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒന്നാമത്തേത് മുദ്മിനുൽ ഖംറി, കള്ള് കുടിക്കുന്നവരാണ്. കള്ളിന്റെ അംശം ഒരാളുടെ ശരീരത്തിലുണ്ടെങ്കിൽ അവന്റെ പ്രാർത്ഥനയ്ക്ക് ഇജാബത്ത് ഉണ്ടാവുകയില്ല എന്ന് മാത്രമല്ല, അവൻ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരുപാട് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. കള്ളുകുടി എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഭീമാകാരമായ വിപത്താണ്. രണ്ടാമത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, വഅഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നവർ. മാതാപിതാക്കളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന വിഭാഗക്കാരാണോ എങ്കിൽ
അവരും പരിശുദ്ധമായ ഈ റമദാനിന്റെ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇബാദത്തിൽ കഴിഞ്ഞാൽ അത്തരം ഇബാദത്തുകൾ അല്ലാഹു സ്വീകരിക്കില്ല എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ടവരെ, മൂന്നാമതായി പറഞ്ഞത് കുടുംബബന്ധം മുറിക്കുന്നവരെയാണ്. കുടുംബബന്ധം മുറിക്കുക നിസ്സാരമായ പ്രശ്നത്തിന്റെ പേരിൽ, നിസ്സാരമായ വിഷയങ്ങളുടെ പേരിൽ മിണ്ടാതിരിക്കുകയും അതിന്റെ പേരിൽ പകപോക്കലിന്റെയും പേരിൽ പിന്നീട് മക്കൾ വഴി, മക്കളുടെ പേരക്കുട്ടികൾ വഴി കുടുംബങ്ങൾ തന്നെ തെറ്റി നിൽക്കുക. അതിനേക്കാൾ വലിയ തെറ്റെന്താണ്? എന്റെ പ്രിയപ്പെട്ടവരെ, അതൊക്കെ നമ്മൾ നല്ലവണ്ണം ചിന്തിക്കേണ്ടതുണ്ട്. ഒരു പക്ഷേ രണ്ട് പിതാക്കന്മാർ തമ്മിലുള്ള വിഷയമായിരിക്കും, പിന്നീട് അത് മക്കൾ വഴി അതങ്ങനെ പരമ്പരയോളം തുടർന്നു പോവുക. ഒരു പക്ഷേ ഈ പേരക്കിടാങ്ങൾക്ക് അറിയില്ലായിരിക്കാം ഞങ്ങളുടെ പിതാവ് എന്തിനാണ് തെറ്റിയിട്ടുണ്ടാവുക, തങ്ങളുടെ മാതാക്കൾ എന്തിനാണ് തെറ്റിയിട്ടുണ്ടാവുക എന്ന് ഒരു പക്ഷേ ഈ പേരക്കിടാങ്ങൾക്കോ അല്ലെങ്കിൽ മക്കൾക്കോ അറിയാതെ തെറ്റി നിൽക്കുന്ന സന്ദർഭം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വഖാതിഉർ റഹീം, കുടുംബബന്ധം മുറിച്ചവനും അല്ലാഹുവിന്റെ ഈ പരിശുദ്ധമായ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മളൊക്കെ നിഷ്കളങ്കമായ ഭാവത്തോടെ ആരോടും വെറുപ്പില്ലാതെ, മുസ്ലിം എന്ന് പറഞ്ഞാൽ തന്നെ അങ്ങനെയാണ്, അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി എന്നാണ്. ഒരാൾക്കും ഈ മനുഷ്യനെ കൊണ്ട് ഒരു പ്രശ്നവുമില്ല. അത് നാവിന്റെ നാവ് കൊണ്ടാവട്ടെ അല്ലെങ്കിൽ ഇവന്റെ കരങ്ങൾ കൊണ്ടാവട്ടെ, ഈ മനുഷ്യനെ കൊണ്ട് ഒരാൾക്കും ഷർറില്ലെങ്കിൽ അവനാണ് മുസ്ലിം എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. മറ്റൊരു സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഒരാൾ രാവിലെ എണീറ്റപ്പോഴും ഇയാൾക്ക് ഒരാളോടും പകയില്ല, ഒരാളോടും വെറുപ്പില്ല, വിദ്വേഷമില്ല. അങ്ങനെ ഇയാൾ വൈകുന്നേരവും കടന്നുപോയി. വൈകുന്നേരമായപ്പോഴും ഇയാൾക്ക് ഒരാളോടും വെറുപ്പില്ല, ഒരാളോടും തർക്കമില്ല, പ്രശ്നങ്ങളില്ലെങ്കിൽ മഹാനായ അനസ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, മോനെ അനസേ, ദാലിക മിൻ സുന്നതി, അതാണ് എന്റെ ചര്യ, അങ്ങനെയാണ് മുസ്ലിം ആകേണ്ടത് എന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ടവരെ, നാലാമത് പറയുന്നത് വമുശാഹിനി, ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മുശാഹിനി, ഹൃദയത്തിൽ പക വെച്ച് നടക്കുന്നവർ, ഹൃദയത്തിൽ വിദ്വേഷം വെച്ച് കുശുമ്പും കാപട്യവും വെച്ച് നടക്കുന്നവർ. പുറത്ത് കാണുമ്പോൾ നല്ല സംശുദ്ധനായ മനുഷ്യനായിരിക്കും, പക്ഷേ അവന്റെ ഉള്ളിൽ മുഴുവൻ പകയും വിദ്വേഷവും അസൂയയും കുശുമ്പുമാണെങ്കിൽ അത്തരം ആളുകൾ ഒരിക്കലും അല്ലാഹുവിന്റെ ഈ പരിശുദ്ധമായ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ 4 വിഭാഗം ആളുകൾ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ നമ്മളൊക്കെ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ കുടുംബ ബന്ധങ്ങൾ, നമ്മൾക്കിടയിലുള്ള മനുഷ്യനാണ് ഒരുപാട് തെറ്റിദ്ധാരണകൾ, തെറ്റുകൾ സംഭവിക്കുന്നവരാണ്. ഈ റമദാനിൽ അല്ലെങ്കിൽ നോക്കൂ നിങ്ങൾ, നമ്മൾ മഗ്ഫിറത്തിന്റെ 10 അവിടെ തന്നെ പറയുന്നുണ്ട്, ഒരാളോട് അല്ലാഹു പുറത്തു കൊടുക്കണമെങ്കിൽ അവൻ സൃഷ്ടികളോട് പൊറുക്കുന്നവനാണ്. മഹാനായ അത്തിപ്പറ്റ ഉസ്താദിനെ സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് തന്റെ കിടപ്പറയിലേക്ക് ചെല്ലുമ്പോൾ അത്തിപ്പറ്റ ഉസ്താദ് ഇങ്ങനെ പറയുമായിരുന്നു, അത്രേ, എനിക്കാരോടും വെറുപ്പില്ല, ഞാൻ എല്ലാവരോടും പുറത്തു കൊടുത്തു എന്ന്. ഒരു നിഷ്കളങ്കനായ ഈ 21ാം സെഞ്ചുറിയിൽ ജീവിച്ച മഹാനായ സൂഫിമാരിലെ പ്രമുഖ പണ്ഡിതനായിരുന്ന മഹാനായ അത്തിപ്പറ്റ ഉസ്താദിന്റെ ദറജ അല്ലാഹു ഉയർത്തി കൊടുക്കട്ടെ. അങ്ങനെയാവണം നമ്മൾ, ആരോടും വെറുപ്പില്ലാതെ ജീവിക്കുന്ന കാലത്തോളം, ആർക്കും ഭാരമില്ലാതെ, ആർക്കും ഒന്നുമില്ലാതെ ഈ മനുഷ്യൻ എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ ഖൽബുൻ സലീം, അയാളുടെ സംശുദ്ധ മനുഷ്യനായിരുന്നു എന്ന് ജനങ്ങളെ കൊണ്ട് പറയിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ